ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയും നമ്മുടെ ദുർഗയൊക്കെ ആണെങ്കിൽ പരസ്പരം സംസാരിച്ചൊരു തീരുമാനത്തിൽ തന്നെ എത്തേണ്ട ദുർഗയാണ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ കണ്ണനെയും മഹിയും പേടിക്കുന്നത്? ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, എന്തോ ഒരു സത്യം നീ മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അത് തുറന്ന് നീ പറയുന്നതായിരിക്കും നിനക്ക് നല്ലത് കരുണേ, അല്ലെങ്കിൽ നീ ജീവിതകാലം മുഴുവൻ ഈ അടിമപ്പണി ചെയ്യേണ്ടി വരുമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അതൊരിക്കലും ഇല്ലമ്മേ, അതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇത്രയും കാലം ക്ഷമിച്ചും പുറത്തും ഞാൻ നിന്നു, പക്ഷെങ്കിൽ ഇനി ഒരിക്കലും അതുണ്ടാവില്ല. കാരണം അവിടെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കലാണ് എൻ്റെ ലക്ഷ്യം. എപ്പോഴും ഞാനാണ് ഇവിടെ തോറ്റുകൊണ്ടിരിക്കുന്നത്. ഈ പ്രാവശ്യം ഞാൻ തോൽക്കില്ലെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. ഈ വിശ്വാസം ആർക്കും തെറ്റിക്കാൻ കഴിയില്ല. എന്തായാലും പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യങ്ങൾ നീട്ടുന്നില്ല അമ്മേ. എന്തായാലും പറഞ്ഞ് ചെയ്തും കാര്യങ്ങളൊക്കെ അമ്മ കാണാൻ പോകുന്നതേ ഉള്ളൂ. കണ്ടിട്ട് അമ്മ അത് മനസ്സിലാക്കിക്കോ, അതായിരിക്കും നല്ലത്. ഇങ്ങനെ അടിമപ്പണി ചെയ്യുന്നതിനേക്കാളും നല്ലത് ചാവുന്നത് തന്നെയാണ്. ആളുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുമ്പോൾ അതിനേക്കാളും വലിയ നാണക്കേട് എൻ്റെ ജീവിതത്തിൽ വേറെ തന്നെ എനിക്കില്ല. എന്തായാലും അവൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് അവൾക്ക് നല്ലതാണ്. ഇങ്ങനെയൊക്കെ എന്നെ ചെയ്യുന്നതിന് പകരം അവളുടെ കുഞ്ഞൊക്കെ എത്രയും പെട്ടെന്ന് നഷ്ടപ്പെടും എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോഴാണെങ്കിൽ അയാൾ വീഴ്ചയിൽ തന്നെയാണ്. അയാൾക്കാണെങ്കിൽ നമ്മളൊന്നും ചെയ്യാനും കഴിയില്ല, എന്നിട്ട് നമ്മൾ അയാളെ പേടിക്കുന്നു. എന്തായാലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ആരോടും പറയാതെ തന്നെ നല്ലപോലെ തന്നെ തീരുമാനിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാം അമ്മേ. ആരില്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ തീർത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് കരുണയാണെങ്കിൽ. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ദുർഗയാണെങ്കിൽ ഇങ്ങനെ കരുണയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് കമലേശ്വരം വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നത്. ആ അതിഥിയാണ് നമ്മുടെ മഞ്ജു. മഞ്ജു ആണെങ്കിൽ ഇപ്പോൾ ഗർഭിണി ആയതുകൊണ്ട് തന്നെ മഞ്ജുവിന് വീട്ടുജോലി കാര്യങ്ങളൊന്നും എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കണ്ണൻ പറഞ്ഞിട്ടുണ്ട്, എന്തായാലും കമലേശ്വരം വീട്ടിലോട്ട് വന്നു താൻ, അതാകുമ്പോൾ ഇവിടെ നോക്കാനാണെങ്കിൽ എല്ലാവരും തന്നെ ഉണ്ടല്ലോ. ഇപ്പോൾ കരുണയുടെ അവസ്ഥയൊക്കെ നമ്മുടെ മഞ്ജുവിന് നല്ലപോലെ അറിയാം. കരുണയാണ് അവിടെ വീട്ടുജോലി ചെയ്യാൻ നിൽക്കുന്നതെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മഞ്ജു ആണെങ്കിൽ തിരിച്ച് കമലേശ്വരത്ത് എത്തുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ മഞ്ജുവിനെ കണ്ട ഉടൻ തന്നെ ഇവളെന്താ ഇവിടെ, ഇവളോട് എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ഇതെൻ്റെ വീടാണ്, ഇവിടെ ആര് വരണം വരണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ഞാനിവിടെ വലിഞ്ഞേറി വന്നതൊന്നുമല്ല, എൻ്റെ ഏട്ടൻ വിളിച്ചിട്ടാണ് വന്നത്. ഏട്ടൻ പറഞ്ഞാൽ മാത്രമേ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോവുള്ളൂ. അധികം കൂടുതൽ ഇങ്ങോട്ട് ഒന്നും ഇറക്കാൻ നിൽക്കണ്ട. അമ്മയാണെന്നും ഞാൻ നോക്കില്ല. എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ സംഭവിക്കുകയെന്ന് എനിക്ക് പോലും പറയാൻ കഴിയില്ലെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദുർഗയോട് മഞ്ജു ആണെങ്കിൽ. അതിനുശേഷം കരുണയാണെങ്കിൽ മഞ്ജുവിനെ കാണുന്നുണ്ട്. അപ്പോൾ കരുണയോട് കണ്ണൻ പറയുന്നുണ്ട്, ഇവൾക്കും കൂടെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നീ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. കരുണയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കരുണയാണെങ്കിൽ ഒന്നും തന്നെ പറഞ്ഞില്ല, കാരണം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലല്ലോ. അതുകൊണ്ട് കരുണ എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ പറയുന്നുണ്ട്, ദുർഗയോട് സംസാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ മഞ്ജുവിനെയും കൂടെ നോക്കാനൊന്നും എനിക്ക് വയ്യ, എനിക്കിവിടെ ജോലി ചെയ്യാൻ പോലും ഇഷ്ടമല്ല. പിന്നെയല്ലേ മഞ്ജുവിനെയും കൂടെ അവളുടെ കാര്യം കൂടെ നോക്കുന്നത്. അമ്മയ്ക്ക് വേണമെന്ന് വെച്ചാൽ അമ്മ നോക്കിക്കോ എന്നൊക്കെ ദുർഗയോട് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, എനിക്കൊന്നും പറ്റില്ല, കണ്ടവൻ്റെ കുഞ്ഞിനെ ചുമക്കുന്നവളെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, കണ്ടവൻ്റെ ഒന്നുമല്ല, എൻ്റെ സാഗരേട്ടൻ്റെ കുഞ്ഞാണ് എൻ്റെ വയറ്റിൽ വളരുന്നത്. അതൊന്നും നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. എൻ്റെ ജീവിതം എങ്ങനെ വേണമെങ്കിലും ഞാൻ ജീവിച്ച് തീർത്തോളും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം കരുണയാണെങ്കിൽ സ്വന്തം കരുണാലയത്തിലോട്ട് പോകുന്നുണ്ട്, കരുണയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. കരുണ വീട്ടിലെത്തിയ ഉടൻ തന്നെ നമ്മുടെ മുത്തശ്ശനും അച്ഛനും അമ്മയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നുണ്ട്, എന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്, മോക്ക് എന്ത് പറ്റി, എന്താ ഇപ്പോൾ ഇവിടെ പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ അച്ഛനോടായിട്ട് പൊട്ടിത്തെറിച്ചിട്ട് കരുണ പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ സഹിച്ചത്, അത് നിങ്ങൾ എന്നെ രാജകുമാരിയെ പോലെ നോക്കിയത് കൊണ്ട് മാത്രം. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ അവിടെ ജീവിക്കുന്നത് ഒരു വേലക്കാരിയുടെ പോലും വിലയില്ലാതെയാണ്. ഇനി എന്തായാലും ആ ജീവിതം ജീവിച്ചു തീർക്കാൻ എനിക്ക് സൗകര്യമില്ല. ഞാനെന്തായാലും എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയാൻ പോവുക എന്നൊന്നും പറയാൻ വേണ്ടി വന്നതല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷേങ്കിൽ അതൊക്കെ ഞാൻ നടപ്പിലാക്കിയെടുക്കും. നിങ്ങളെപ്പോലെ വെറും വാക്ക് ഞാൻ പറയില്ല. അച്ഛനൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇന്നത്തേക്ക് ആ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഒരു ദിവസമായി, ഒന്നും ചെയ്തില്ലല്ലോ. അച്ഛൻ എന്നോട് പറഞ്ഞ പോലെ ഒന്നും തന്നെ നടന്നതുമില്ല. പിന്നെ അച്ഛനോട് എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കരുണയാണെങ്കിൽ. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോളെ ഞാൻ ചെയ്തതാണ്, പക്ഷേങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തന്നെ നോക്കിയാൽ അതെൻ്റെ മോൾക്കാണ് അപകടമായിട്ട് വരിക എന്നാണ് കണ്ണൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാതിരുന്നതെന്നൊക്കെ കരുണയോട് പറയുന്നുണ്ട്. കരുണ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഇനി ആരും ഒന്നും ചെയ്തു തീർക്കണ്ട, എനിക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. അവളെ എങ്ങനെ തീർക്കണം എന്നൊക്കെ എനിക്കറിയാം. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, മോളെ അതുബുദ്ധി കാണിക്കണ്ട, നമ്മൾ ഇതുവരെ ചെയ്തത് എല്ലാം തന്നെ പാളിയിട്ടേ ഉള്ളൂ, ഇനി അടുത്തും കൂടെ പാളും. അതുകൊണ്ട് നിനക്ക് ആ വീട്ടിൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അതുകൊണ്ട് നീ ഒരു കാര്യം
മനസ്സിലാക്കി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ അവിടെ നിന്നോ. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അച്ഛൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരില്ലേ? ഉണ്ണി കാര്യങ്ങൾ അറിയുന്നത് കൊണ്ടാണ് എനിക്ക് പേടി, നിൻ്റെ ജീവിതം ആപത്താവുമോ എന്നുള്ള പേടി. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, ഇനി എന്തായാലും ഞാൻ തീരുമാനിച്ചോളാം എൻ്റെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് കരുണായത്തിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് കരുണയാണെങ്കിൽ. അതിനുശേഷം കരുണയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, എന്തായാലും അവരുടെ കുഞ്ഞിനെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ദുർഗ പറയുന്നുണ്ട്, ആരുടെ? മഞ്ജുവിൻ്റെ കുഞ്ഞിനെയും കൂടെ ഇല്ലാതാക്കിയാൽ കണ്ണൻ വെറുതെ ഇരിക്കില്ല, കണ്ണൻ പറഞ്ഞത് നീ കേട്ടില്ലേ? അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, മഞ്ജുവിൻ്റെ കുഞ്ഞിനെയല്ല, മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ. അവളങ്ങനെ സുഖിച്ച് ജീവിക്കണ്ട, എനിക്ക് കിട്ടേണ്ട സൗഭാഗ്യങ്ങളിലാണ് അവളിപ്പോൾ ജീവിക്കുന്നത്. അതൊന്നും ഇല്ലാതാക്കാൻ എനിക്കൊരൊറ്റ നിമിഷം മാത്രം മതി. എന്തായാലും അമ്മ എൻ്റെ കൂടെ നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്ക് ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഞാനല്ലേ, എനിക്കറിയാം ഇനി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണയാണെങ്കിൽ ആഹാരത്തിൽ നമ്മുടെ ഇത് കലർത്തുന്നുണ്ട്. വേറെ വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മഹാലക്ഷ്മിക്ക് അത് കഴിക്കേണ്ടിയും വരുന്നുണ്ട്. മഹാലക്ഷ്മിയും മഞ്ജുവും ആ ആഹാരം കഴിക്കുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ ആശുപത്രിയിലേക്ക് ആവുന്നുണ്ട്. കാരണം ഇനിയിപ്പോൾ എന്താവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.